മാതാവും പിതാവും നോക്കി നിൽക്കെ കോടതിയിൽ മകൾ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയി. വാർത്ത 3. വിവാഹം നിരസിച്ചതിനെ മകൻ തെങ്ങിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇനി കുറച്ചു വാർത്ത നീയും വായിച്ചു കൊടുക്കൂ. വാർത്ത 4. ടൂറിന് പോയ 2 കുട്ടികളെ കാണാനില്ല. വാർത്ത 5. വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിനിയെ സൈലന്റ് വാണിയിൽ പിടികൂടി. വാർത്ത 6. ആൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘം വിലസുന്നു. ഇനി നാം വായിച്ചാൽ നീ നേരം പൊഴുക്കും. മാഷാ അല്ലാഹ്, എന്താണ് ഈ കേൾക്കുന്നത്? സാംസ്കാരിക കേരളത്തിന്റെ അവസ്ഥയാണോ ഇത്? കുട്ടികൾക്ക് ഭ്രാന്തി പിടിച്ചോ? അതോ രക്ഷിതാക്കൾ ഉറങ്ങുകയാണോ? അത് നടക്കുമോ? നമ്മുടെ മദ്രസയിലേക്ക് പോകും, മദ്രസയിലേക്കും പള്ളിയിലേക്കും പോകുമ്പോൾ നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യമില്ലേ? ഒരു ക്ലബ് ഉണ്ടാക്കി അവിടെ കൂടിയാലോ? അതൊന്നും ഒരു തടസ്സമല്ലല്ലോ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. തട്ടിക്കൊണ്ടുപോകലും ചാടിപ്പോകലും സംഭവിക്കുന്നത് നമ്മുടെ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം അതായത് നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിച്ചു. എന്തിനും ഞാൻ തയ്യാറ്. ആരെയും നമുക്ക് വിലയില്ല. നമുക്ക് നമ്മുടെ മണ്ണിനെങ്കിലും നന്നാക്കി എടുക്കാൻ ശ്രമിച്ചൂടെ? നമ്മുടെ പ്രായക്കാരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി ആഴ്ചയിൽ ഒരു ടീനേജ് ക്ലാസ് വെച്ചൂടെ? അത് നടക്കുമോ? മദ്രസയിലോ പള്ളിയിലോ പോകുമ്പോൾ നമുക്ക് അതിന് സ്വാതന്ത്ര്യമില്ലേ? ഒരു ക്ലബ് ഉണ്ടാക്കി അവിടെ കൂടാലോ? അതൊന്നും ഒരു തടസ്സമില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണ്. കാരണം നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ തെറ്റ് വിവരിക്കാറില്ല. മുമ്പ് ഒരു മാസികയിൽ ഉണ്ടായിരുന്നു. ഹസൻ മുസ്ലിയാരുടെ ശ്രമഫലമായി ഷാക്കിർ ഡോക്ടറായി. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഡോക്ടർ. അസ്സലാമു എന്താ കുറെ നേരമായി ചർച്ച കേൾക്കുന്നു? ചാടിപ്പോയ സംഭവം ട്രെയിന് തലവച്ചു പരിഹാരമായില്ലല്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യ അത് പരിഹാരമല്ലല്ലോ. നമ്മുടെ ചർച്ച പരിഹരിക്കാൻ കുറച്ച് സമയം പിടിക്കും. കാരണം തറ ശരിയായി കിട്ടണല്ലോ. നമുക്ക് കൂട്ടാൻ ശ്രമിച്ചു നോക്കാം. ഏത് കാര്യത്തിനും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും താല്പര്യം വരുന്ന കാര്യം ഞാൻ പറയാം. മനുഷ്യ എഡ്യൂക്കേഷൻ ഡെവലപ്പ് പ്രോഗ്രാം എന്ന പേരിൽ നമ്മുടെ SKSB ഒരു പദ്ധതിയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലയോ? എന്താണത്? അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് മുതലാളിമാരുടെ മക്കൾക്കുള്ളതാണോ? ഫീസ് വേണ്ടി വരുമോ? 5ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അത് 3 ഘട്ടമായി പരീക്ഷ നടത്തി. 1ാം ഘട്ടത്തിൽ 60 കുട്ടികൾ അതിൽ പങ്കെടുത്തു. 2ാം ഘട്ടത്തിൽ അതിൽ നിന്ന് ചുരുങ്ങി. 3ാം ഘട്ടത്തിൽ 20 കുട്ടികൾ വരെ ആയി. ഈ കുട്ടികൾക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം വിദഗ്ധന്മാരായ അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികൾ വളരെ ആവേശത്തിലാണ്. ദീനബോധമുള്ള ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പിന്തുണ ഇവർക്ക് അത്യാവശ്യമാണ്. നല്ല പരിഹാരമാണ്. പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പൂർണ്ണമായ വിവരം എനിക്കില്ല. നമുക്ക് മുർഷിദ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടായി അവനെ പ്രാർത്ഥിക്കാം. ഈ സംഘടനത്തിന് എല്ലാ ആശംസകളും നേടുന്നു. നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. അടുത്തത് നമ്മുടെ മദ്രസ